ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ചെറിയ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ചാപ്റ്ററുമായിട്ടാണ്. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. എനിക്കറിയാം നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. തീരെ ചെറിയ ചാപ്റ്ററാണല്ലോ. ഇതിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ പേരും അതിൽ നിന്നും കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും പിന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റ്, ബയോഗ്യാസ്, ബയോ ഫെർട്ടിലൈസർ, ബയോ കൺട്രോളിങ് ഏജൻറ്റ്, ഇതൊക്കെ വേറെ പല ചാപ്റ്ററുകളിലും നമ്മൾ ഒന്ന് തൊട്ടും തൊടാതെയൊക്കെ പോയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ട് പഠിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഈ ചാപ്റ്റർ പഠിച്ചു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാണ്, ഫുൾ NCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ തരം സ്റ്റേറ്റ്മെൻറ്റുകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കുക. ഇതിൽ ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഈ ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപാട് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പിക്കാൻ നിങ്ങൾക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫുൾ ശരിയാണെങ്കിൽ നിങ്ങളിത് നന്നായിട്ട് പഠിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഫുള്ള് കിട്ടാത്തവർ വിഷമിക്കൊന്നും വേണ്ട. ആ ഭാഗം മാത്രം തെറ്റിപ്പോയ ആ ഭാഗം മാത്രം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. Beside microscopic plant and animal, microbes are the major component of biological system on this earth. ശരിയാണ് അല്ലേ? Microbes are present everywhere, even in the harsh environment such as deep inside the geyser, where in temperature may be high as 100 degrees Celsius. ഇത് കാണുമ്പോൾ 1000 എന്നൊക്കെ തോന്നുകയാണെങ്കിലും ഇത് 100 degrees Celsius എന്നാണ്. Microbes are diverse protozoa, bacteria, fungi and microscopic plant virus, viroids and prions. ശരിയാണ്, മൈക്രോബുകളിൽ ഇവരെല്ലാം ഉൾപ്പെടും. Prions are the proteinaceous non-infectious agent. ആദ്യത്തെ ഒരു തവണ വായിച്ചു കഴിഞ്ഞു. നിങ്ങളിതിൽ പറഞ്ഞ് ഏതാണ് ഇൻകറക്റ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, prions are the proteinaceous agent but infectious agent. ഇവിടെ നോൺ ഇൻഫെക്ഷ്യസ് എന്നാണ്, അതുകൊണ്ട് അത് കറക്റ്റ് അല്ല. നോൺ ഇൻഫെക്ഷ്യസ് ഏജൻ്റ് അല്ല, ഇൻഫെക്ഷ്യസ് ഏജൻ്റ് ആണ് പ്രയോൺസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? എഗെയിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കാം. മൈക്രോബ്സ് ലൈക്ക് പ്രോട്ടോസോവ ക്യാൻ ബി ഗ്രോൺ ഇൻ ന്യൂട്രിറ്റീവ് മീഡിയ ടു ഫോം കോളനീസ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം മൈക്രോബ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗൈ ക്യാൻ ബി ഗ്രോൺ ഇൻ ന്യൂട്രിറ്റീവ് മീഡിയ ടു ഫോം കോളനി എന്നാണ് NCERTയിൽ കൊടുത്തിരിക്കുന്നത്. മൈക്രോബ്സ് ക്യാൻ കോസ് ഡിസീസ് ഇൻ ആനിമൽ ബട്ട് നോട്ട് ഇൻ പ്ലാന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ് ഡിസീസുകളും മൈക്രോബുകൾ കോസ് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് അതും തെറ്റാണ്. മൈക്രോബ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ഹൈലി അസിഡിക് എൻവയോൺമെൻറ്റ്. വളരെ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? എന്തുകൊണ്ട്? നമ്മൾ തെർമോ അസിഡോഫിലസ് എന്ന് പറയുമ്പോൾ തന്നെ ഹൈ തെർമൽ കണ്ടീഷനിലും അസിഡിക് കണ്ടീഷനിലും കാണുന്ന ബാക്ടീരിയം എന്നാണ് അതിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ഓൾ മൈക്രോബ്സ് ആർ നോട്ട് ഹാംഫുൾ. സെവറൽ മൈക്രോബ്സ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ്സ് ഇൻ ഡൈവേഴ്സ് വേസ്. അത് ശരിയാണ്. നമുക്ക് പലപ്പോഴും ഉപകാരമുള്ള ഒരുപാട് മൈക്രോബുകളുണ്ട്. നമുക്ക് ഉപകാരമുള്ള മൈക്രോബുകളെ പറ്റി തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ പഠിച്ചിട്ടുള്ളതും അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഓർഗാനിസം റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് മിൽക്ക് ഇൻ ടു കേർഡ്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ ലാക്ടോബാസില്ലസ് അല്ലേ? ലാബിനെയും അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ലാക്ടോബാസില്ലസ്, ലാബ്, ബാക്ടീരിയം ഒക്കെ ഒന്ന് തന്നെയാണ്. സോ ബോത്ത് A ആൻഡ് C. അടുത്ത ക്വസ്റ്റ്യൻ, ദ വിറ്റമിൻ ഹൂസ് കണ്ടൻറ്റ് ഇൻക്രീസസ് ഡ്യൂറിങ് ദ കേർഡ് ഫോർമേഷൻ ബൈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ലാക്ടോബാസില്ലസ് അല്ലെങ്കിൽ ലാബ് ബാക്ടീരിയം മിൽക്കിനെ കേർഡാക്കുന്ന സമയത്ത് ഏത് വിറ്റമിനാണ്, വിറ്റമിൻ്റെ ക്വാണ്ടിറ്റിയാണ് അല്ലെങ്കിൽ വിറ്റമിൻ്റെ ഒരു സംഭവമാണ് കൂടുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്? നമുക്കറിയാം വിറ്റമിൻ B12 ആണ് അല്ലേ? വിറ്റമിൻ B12 അല്ലേ കൂടുക?
എന്തായിരുന്നു വിറ്റമിൻ B12 പേര്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വിറ്റമിൻ B12 നമ്മൾ എന്താണ് പറയുന്നത് എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, പറഞ്ഞോളൂ. വിറ്റമിൻ B12 നമ്മൾ എന്ത് പറയുക? സൈനോകോബലാമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിറ്റമിൻ B12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ശരീരത്തിൽ. വിറ്റമിൻ B12 ഇല്ല എങ്കിൽ നമുക്ക് ഒരു പെർനീഷ്യസ് അനീമിയ എന്നൊക്കെ പറഞ്ഞൊരു അസുഖമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വിറ്റമിൻ B12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ശരീരത്തിൽ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ്? ഇങ്ങനെയുള്ള എനിക്ക് എന്തായാലും കുട്ടികൾ എപ്പോഴും പറയാറുണ്ട്, എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് അല്ലെങ്കിൽ എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് എന്നുള്ളതിലാണ് ഞങ്ങളുടെ മാർക്ക് പോകുന്നതെന്ന് എപ്പോഴും കുട്ടികൾ പറയും. എനിക്കറിയാം, അങ്ങനെ വരുമ്പോൾ ഒരു വല്ലാത്ത കൺഫ്യൂഷൻസ് ആണ്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കാൻ നോക്കാം. ഓക്കെ, ഹൗ മെനി ഓഫ് ദ following statement are correct? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. The dough which is used for making food such as dosha and idli is also fermented by yeast. ആണോ? അല്ല. അത് നമ്മൾക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമേ ഇല്ല. കാരണം നമ്മളൊക്കെ ദിവസവും ദോശ ഇഡ്ലീൻ്റെ ആക്കാരാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് അല്ലേ. ദോശയും ഇഡ്ലിയും ഒക്കെ ഫെർമെൻറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് അല്ല. ഈസ്റ്റ് ഇട്ടിട്ട് ഫെർമെൻറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ ചെയ്യാം. ഈസ്റ്റ് ഇട്ടാലും ഫെർമെൻറ്റഡ് ആകും. പക്ഷേ ഈസ്റ്റ് ഇടാതെയാണ് സാധാരണ ദോശ ഇഡ്ലീൻ്റെ മാവൊക്കെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യിക്കാറ്. അത് നമ്മളുടെ അന്തരീക്ഷത്തിലുള്ളൊരു ബാക്ടീരിയകൾ വഴിയാണ് ഫെർമെൻറ്റഡ് ആകുന്നത്. സോ ഇത് ആസ് പെർ NCERTയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പഫ്ഡ് അപ്പ് അപ്പിയറൻസ് ഓഫ് ഡവ് ഈസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അത് കറക്റ്റാണ്. So this is the correct statement. The dough which is used for making bread is fermented using brewer's yeast എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ NCERTയിൽ ഇത് പറഞ്ഞിരിക്കുന്നത് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ്. അതായത് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന മാവിനെ നമ്മൾ പുളിപ്പിക്കുന്നത് സെയിം സംഭവം തന്നെയാണ്. ഈ സക്കാരോമൈസസ് സർവീസേ തന്നെയാണ് ബേക്കേഴ്സ് ഈസ്റ്റ് ആയിട്ടും ബ്രൂവേഴ്സ് ഈസ്റ്റ് ആയിട്ടും അറിയപ്പെടുന്നത്. എങ്കിലും ബേക്കറി ഐറ്റംസ് പുളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഈസ്റ്റ് സക്കാരോമൈസസ് സർവീസേ, അതിനെ നമ്മൾ പറയുന്നത് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും, ബ്രൂയിങ് ഇൻഡസ്ട്രിയിൽ അതായത് ബീവറേജുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റിനെ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നുമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരേ സ്പീഷീസിലെ രണ്ട് ഡിഫറെൻറ്റ് വളരെ ചെറിയ വ്യത്യാസമുള്ള രണ്ട് ഒരു ഈസ്റ്റുകളാണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും സയൻറ്റിഫിക് നെയിം ഒന്ന് തന്നെയാണ്, സക്കാരോമൈസസ് സർവീസേ. സോ ഇതും ആസ് പെർ NCERT, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ആസ് പെർ NCERT മാത്രം ഇതും തെറ്റാണ്. കാരണം NCERTയിൽ ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ടോഡി ഈസ് എ ട്രഡീഷണൽ ഡ്രിങ്ക് ഓഫ് സം പാർട്സ് ഓഫ് സതേൺ ഇന്ത്യ ഈസ് made by fermenting fruit from the palm. Fermenting fruit from the palm അല്ല അല്ലേ, ഫെർമെൻറ്റിങ് സാപ്പ്, ഫ്ലോയം സാപ്പാണ് ശരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൈക്രോബ് ആർ ഓൾസോ യൂസ്ഡ് ടു ഫെർമെൻറ്റ് ഫിഷസ്, സോയാബീൻ ആൻഡ് ബാംബു റൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് പെർ NCERT ഇതിൽ ബാംബു ഷൂട്ട് എന്നാണ്, ടു മേക്ക് ദ ഫുഡ് എന്നാണ് അർത്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലും തെറ്റുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ പാരഗ്രാഫിലുള്ള ഒരുവിധം എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Choose the incorrect statement. ശ്രദ്ധിച്ചേക്കുക, incorrect statement among the following. Different varieties of cheese are known by their characteristic texture, flavor and taste. The specificity coming from the microbe used. True statement ആണ്. അതായത് പല തരത്തിലുള്ള ഫ്ലേവറിലുള്ള ചീസ് ഉണ്ട്. അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏത് മൈക്രോബാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ.
large hole in Swiss cheese is due to the production of a large amount of sulfur dioxide by bacterium named Propionibacterium shermani. എന്ന് പറഞ്ഞാൽ this is the wrong statement ആണ്. large amount of carbon dioxide ന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്വിസ് ചീസിൽ ആ വലിയ ഹോളുകൾ കാണപ്പെടുന്നത്. സോ ബി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണേണ്ടത്. എന്നിരുന്നാലും നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റുകളും കൂടെ വായിച്ചു നോക്കാം. The Roquefort cheese are ripened by growing a specific fungi named Penicillium roqueforti which gives them a particular flavor. ശരിയാണ്. റോക്ക്ഫോർട്ട് ചീസിൻ്റെ ആ പർട്ടിക്കുലർ ഫ്ലേവറിന് കാരണം പെനിസീലിയം റോക്ക്ഫോർട്ടി എന്ന് പറയുന്ന ഫംഗസ് ആണ്. സോ ദിസ് ഈസ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. Adenovirus is diamond-like in structure and causes respiratory infection. That is also true statement. So B ആണ് wrong ആയിട്ടുള്ള statement. How many of the following beverages are produced by distillation of the fermented broth? Fermented brothന് ഡിസ്റ്റിലേഷൻ നടന്നിട്ടുണ്ടാകുന്ന മൈക്രോബ് ബീവറേജ് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. വിസ്കി ഡിസ്റ്റിലേഷൻ നടന്നിട്ടാണ് ഉണ്ടാകുന്നത് അല്ലേ. ഡിസ്റ്റിലേഷൻ ഓഫ് ദ ഫെർമെൻറ്റഡ് ബ്രോത്ത് എന്താ പറയുക. ഫെർമെൻറ്റേഷനിലൂടെ മാത്രം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ വൈനും ബിയറുമാണ് പറയുക. എന്നാൽ വിസ്കി, റമ്മ്, ബ്രാൻഡി ഒക്കെ എന്താണ് ഡിസ്റ്റിലേഷനിലൂടെ കൂടിയാണ് ഉണ്ടാകുക. അപ്പോൾ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മളുടെ ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടുന്നത്. ആൽക്കഹോൾ കണ്ടൻറ്റ് കൂടാൻ കാരണം ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ്? വെരി ലാർജ് വെസൽ ഇൻ വിച്ച് മൈക്രോബ് ആർ ഗ്രോൺ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബീവറേജസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ് ഓൺ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ആർ ടേംഡ് ആസ് ഫെർമെൻറ്റേഴ്സ് അല്ലേ. വലിയ വെസലുകളിൽ നമ്മൾ മൈക്രോബുകളെ വളർത്തുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബീവറേജുകളുടെയും ആൻറ്റിബയോട്ടിക്കുകളുടെയും ഒക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടി വളർത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് ഫെർമെൻറ്റർ എന്നാണ്. കറക്റ്റാണ്. മൈക്രോബ് എസ്പെഷ്യലി ഈസ്റ്റ്, അപ്പോൾ ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൈക്രോബ് എസ്പെഷ്യലി ഈസ്റ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഫ്രം ടൈം ഇമ്മോറിയൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബീവറേജ് ലൈക്ക് വൈന്, ബിയർ, വിസ്കി, ബ്രാൻഡി ഓർ റം. ശരിയാണ്. For the purpose of the same yeast, Saccharomyces cerevisiae used for bread making and commonly called brewer's yeast is used for fermenting malted cereals and fruit juices to produce ethanol. This is also a true statement. And next statement noka. Antibiotics are produced by microbe are regarded as one of the most significant discoveries of the 19th century and have greatly contributed towards the welfare of the human society. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ 19th century എന്നുള്ളതല്ല ഇവിടെ വേണ്ടത്, 20th century എന്നുള്ളതാണ് വേണ്ടത്. So this is the incorrect statement and we need to find this incorrect statement in this question. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇട്ടതിന് കാരണം മിക്കപ്പോഴും മൈക്രോബ് വായിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആ മൈക്രോബുകളും അതിൻ്റെ പ്രോഡക്റ്റുകളും സീവേജ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്തതും ഞാൻ പറഞ്ഞില്ലേ, ഈ ചാപ്റ്ററിൽ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇട്ടിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും, എന്നാലും സാരമില്ല, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ആൻറ്റി ഈസ് എ ഗ്രീക്ക് വേർഡ് ദാറ്റ് മീൻസ് എഗെയിൻസ്റ്റ് ആൻഡ് ബയോ മീൻസ് ലൈഫ്. ടുഗദർ വി മീൻ എഗെയിൻസ്റ്റ് ലൈഫ്. കറക്റ്റാണ്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം എഗെയിൻസ്റ്റ് ലൈഫ് എന്ന് തന്നെയാണ്. സോ ദിസ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂ. അടുത്തത്, antibiotics are the chemical substance which are produced by some microbe and can kill or retard the growth of other disease causing microbe. അതും കറക്റ്റാണ് അല്ലേ. ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു മൈക്രോബിൽ നിന്നും അത് ഉപയോഗിച്ച് വേറൊരു മൈക്രോബിൻ്റെ വളർച്ച, ഡിസീസ് കോസിങ് മൈക്രോബിൻ്റെ വളർച്ച തടയുകയുമാണ് ചെയ്യുന്നത്. പെനിസിലിൻ വാസ് ദ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്സ് ടു ബി ഡിസ്കവേർഡ്. കറക്റ്റാണ്. പെനിസിലിയം നൊട്ടേറ്റത്തിൽ നിന്നാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. Alexander Fleming discovered penicillin while working on Staphylococcus bacteria. ശരിയാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്
പെനിസിലിൻ കണ്ടുപിടിച്ചത് സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴായിരുന്നു. ശരിയാണ്. ദ ഫുൾ പൊട്ടൻഷ്യൽ ആസ് ആൻ എഫക്റ്റീവ് ആൻറ്റിബയോട്ടിക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് മച്ച് ലേറ്റർ ബൈ ദ ഏണസ്റ്റ് ചെയിൻ ആൻഡ് ഹൊവാർഡ് ഫ്ലോറെ. അതും കറക്റ്റാണ്, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ 3 പേർക്കും, അലക്സാണ്ടർ ഫ്ലെമിംഗ്, അതുപോലെ ഏണസ്റ്റ് ചെയിൻ ആൻഡ് ഹൊവാർഡ് ഫ്ലോറെ, ഇവർക്ക് 3 പേർക്കും നൊബേൽ പ്രൈസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ് നോട്ട് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. നോട്ട് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നോക്കിക്കേ, നോട്ട് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. നോട്ട് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ഉണ്ട്? എല്ലാം കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദ്യം. അതായത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. പെനിസിലിൻ വാസ് യൂസ്ഡ് ടു ട്രീറ്റ് അമേരിക്കൻ സോൾജിയേഴ്സ് വൂണ്ടഡ് ഇൻ വേൾഡ് വാർ 1 അല്ല, വേൾഡ് വാർ 2 ആണ്. ഫ്ലെമിംഗ്, ചെയിൻ ആൻഡ് ഫ്ലോറെ വാസ് അവാർഡഡ് നൊബേൽ പ്രൈസ് ഇൻ 1954 ഫോർ ദിസ് ഡിസ്കവറി അല്ല, 1945 നൊബേൽ പ്രൈസ് കിട്ടിയത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ബിഫോർ പെനിസിലിൻ ആൻറ്റിബയോട്ടിക്സ് were also purified from some other microbe. ആദ്യമായിട്ട് പ്യൂരിഫൈ ചെയ്തത് പെനിസിലിനാണ്. ആൻറ്റിബയോട്ടിക്സ് ഹാവ് ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ് അവർ കപ്പാസിറ്റി ടു ട്രീറ്റ് ഡെഡ്ലി ഡിസീസ് സച്ച് as പ്ലേഗ്, വൂപ്പിംഗ് കഫ്, ഡിഫ്തീരിയ ആൻഡ് ലെപ്രസി. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻ ആൻഡ് ഹെൽപ്ഫുൾ ഇൻ റിമൂവിങ് ഓയിലി സ്റ്റെയിൻസ്. ഓയിലി സ്റ്റെയിൻസ് റിമൂവ് ചെയ്യുവാനുള്ള സബ്സ്റ്റൻസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലിപ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ആ പാരഗ്രാഫിലുള്ള കുറേ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പം നിങ്ങളത് നന്നായിട്ട് പഠിക്കണം. അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരിക എന്ന് പറഞ്ഞാൽ പോലും തെറ്റുണ്ടാവില്ല. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പേജ് നമ്പർ 183 ആ ഒരു പാരഗ്രാഫിൽ നിന്നാണ് കേട്ടോ. അപ്പം നിങ്ങളത് നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബോട്ടിൽഡ് ജ്യൂസസ് ആർ ക്ലാരിഫൈഡ് ബൈ. നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസും ബോട്ടിൽഡ് ജ്യൂസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ബോട്ടിൽഡ് ജ്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാം. ആ ക്ലിയർ ആയിട്ടുള്ള ബോട്ടിൽഡ് ശരിക്കുള്ള ജ്യൂസിനെ ക്ലിയർ ആക്കുന്നത് പെക്റ്റിനേസും പ്രോട്ടിയേസും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് നോക്കുക, ഇത് പെക്റ്റിനേസ് ലിപ്പേസ് അല്ല, പെക്റ്റിനേസ് പെപ്റ്റിഡേസ് അല്ല, പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ് ആണ് ആൻസർ. പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ്. അടുത്ത ക്വസ്റ്റ്യനും പേജ് നമ്പർ 183 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഭാഗം ഞാൻ പറഞ്ഞില്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ്. ഈ സൈക്ലോസ്പോറിൻ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഏതായാലും സൈക്ലോസ്പോറിൻ എ കിട്ടുന്നത് നോക്കൂ. അതിൻ്റെ ഉപയോഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ്. അതായത് നമുക്കറിയാലോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പഠിച്ചതാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് വേറൊരു മനുഷ്യൻ്റെ ഓർഗൻ നമ്മളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ റെസിസ്റ്റ് ചെയ്യുവാനുള്ള ചാൻസ് ഉണ്ട്. ആ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെസിസ്റ്റ് ചെയ്യുമല്ലേ, അപ്പോൾ നമുക്ക് ശരീരത്തിൽ അത് നിലനിൽക്കില്ല. അപ്പോൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമ്മൾ സപ്രസ് ചെയ്യേണ്ടി വരും. അങ്ങനെ സപ്രസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഡ്രഗാണ് സൈക്ലോസ്പോറിൻ എ. സ്ട്രെപ്റ്റോകൈനേസ് നമുക്കറിയാം ക്ലോട്ട് ബസ്റ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബി ഹിയർ. ബി മാച്ചസ് ടു 3. അപ്പോൾ എ മാച്ചസ് ടു 2, ബി മാച്ചസ് ടു 3 ആണ്. സ്റ്റാറ്റിൻ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആണ് സി. സോ സി മാച്ചസ് ടു 1. ആൻഡ് സക്കാരോമൈസെറ്റ്സ് സെർവീസിയെ ഈസ്റ്റ് എന്തിനാണ്? പ്രൊട്ടക്ഷൻ ഓഫ് എത്തനോൾ ആണ്. സോ ഡി മാച്ചസ് ടു 4 ആണ് അല്ലേ, ഡി മാച്ചസ് ടു 4. അപ്പോൾ ഇത് നോക്കാം, എ മാച്ചസ് ടു 2, B matches to 3, C matches to 1 and D matches to 4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് വേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. നോക്കാം. എ ബയോ ആക്റ്റീവ് മോളിക്യൂൾ സൈക്ലോസ്പോറിൻ എ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫംഗസ് ട്രൈക്കോഡെർമ പോളിസ്പോറം അല്ലേ. അപ്പോൾ ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂളായിട്ടുള്ള ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂളായിട്ടുള്ള നമ്മളുടെ
സൈക്ലോസ്പോറിനെ എന്തായിരുന്നു ആ ബയോആക്റ്റീവ് മോളിക്യൂളിൻ്റെ ഫങ്ഷൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അതൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ്. സോ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് കിട്ടുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് എന്നുള്ളത് വളരെയധികം കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ? ഇനി നോക്കുക, സ്റ്റാറ്റിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫംഗസ് മൊണാസ്കസ് പർപ്യൂറിയസ് എന്നുള്ളതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? സ്റ്റാറ്റിൻ ആക്ട് ബൈ കോമ്പറ്റേറ്റീവ്ലി ഇൻഹിബിറ്റിംഗ് ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസിസ് ഓഫ് ദ കൊളസ്ട്രോൾ എന്നുള്ളതും കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്ട്രെപ്റ്റോകൈനേസ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ക്ലോട്ട് from the blood vessels of the patient who have undergone myocardial infarction leading to heart attack. കറക്റ്റാണ്, അതും കറക്റ്റാണ്. സോ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ 4 എണ്ണവും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ ഒക്കെ ഫംഗ്ഷൻ പേജ് നമ്പർ 183-ലുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഗുഡ് പ്രൊഡ്യൂസർ ഓഫ് സിട്രിക് ആസിഡ് കിട്ടുന്നത് ആസ്പെർജില്ലസ് നൈഗറിൽ നിന്നാണ്. അടുത്തതും നോക്കുക, മാച്ച് ദ ഫോളോയിങ് അല്ല, ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് റോങ്ലി മാച്ച്ഡ് ആണ്. റോങ്ലി മാച്ച്ഡ് ആയിട്ടുള്ള കാര്യം, ട്രൈക്കോഡെർമ പോളിസ്പോറം സൈക്ലോസ്പോറിനെ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്, ദിസ് ഈസ് ദ ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. മൊണാസ്കസ് പർപ്യൂരിയസ് സ്റ്റാറ്റിൻ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ് ട്രൂ ആണ്. സ്ട്രെപ്റ്റോകൈനേസ് അതുപോലെ റിമൂവൽ ഓഫ് ക്ലോട്ട് ഫ്രം ദ ബ്ലഡ് വെസൽ, ഇതിൽ പ്രോഡക്റ്റ് സ്ട്രെപ്റ്റോകൈനേസ് ആണ്, അത് സ്ട്രെപ്റ്റോകോക്കസിൽ നിന്നാണ് കിട്ടുക, അത് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ട്രൂ ആണ്. ഇനി അടുത്ത് നോക്കുക, ക്ലോസ്ട്രീഡിയം ബ്യൂട്രിക് ആസിഡ് ആണ്, പക്ഷേ ഇവിടെ നോക്കുക ലിപ്പേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ റോങ് ചോയ്സ് അല്ലേ? റോങ് ആയിട്ടുള്ള റോങ് പെയർ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്? ഏതൊക്കെയാണ് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്നാണ് അർത്ഥം. വിത്ത് റെസ്പെക്ട് ടു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രകാരം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. എ മേജർ കമ്പോണൻ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ഈസ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. അത് ശരിയാണ് കേട്ടോ, ഹ്യൂമൻ എക്സ്ക്രീറ്റയാണ് സീവേജിലുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത്. The municipal wastewater is called sewage, which contain large amount of inorganic matter and microbe, many of which are pathogenic. മൈക്രോബിൻ്റെ കാര്യം ഓക്കെയാണ്, many of which are pathogenic തന്നെയാണ്, പക്ഷേ ഇനോർഗാനിക് മാറ്റർ അല്ല, ഓർഗാനിക് മാറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇത് ദിസ് ഇസ് ദ റോങ് ഇൻകറക്റ്റ് ആയിട്ടുള്ള വൺ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറക്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടത്, ഇത് ഇൻകറക്റ്റ് ആണ്. സീവേജ് ഈസ് ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ STP to make it less polluting. കറക്റ്റ് ആണ്. This is the correct statement. Treatment of wastewater is done by aerobic microbe naturally present in the sewage. നമ്മൾ എയറോബിക് മൈക്രോബിനെ ഉപയോഗിക്കുന്നുണ്ട് സീവേജ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ അതേപോലെ തന്നെ അനേറോബിക് മൈക്രോബുകളുടെ പ്രസൻസും സീവേജ് ട്രീറ്റ്മെൻറ്റിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എയറോബിക് മാത്രമാണ് അല്ലെങ്കിൽ അനേറോബിക് മാത്രമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ NCERT-ൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹെട്രോട്രോഫിക് ബാക്ടീരിയകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനേറോബ് എന്നല്ല ഹെട്രോട്രോഫ് എന്നായിരുന്നുവെങ്കിൽ ഇത് കറക്റ്റായിട്ട് വന്നേനെ, പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. സോ ദിസ് ഈസ് ഓൾസോ എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ എത്ര എണ്ണം കറക്റ്റാണ്? 2 എണ്ണമാണ് കറക്റ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്? എഗെയിൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ഈസ് ക്യാരീഡ് ഔട്ട് ഇൻ 3 stages: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. തെറ്റ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ശരിക്കും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മളുടെ മൈക്രോബ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ 2 സ്റ്റേജുകളിലായിട്ട് നടക്കും. ആദ്യത്തെ സ്റ്റേജിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്നും സെക്കൻഡ് സ്റ്റേജിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നുമാണ് പറയുക. സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. Primary treatment basically involve physical removal of particle large and small from the sewage through sedimentation and then filtration. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് എന്ന്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ പോയി അവസാനം ഇൻകറക്റ്റ് ആക്കിയിരിക്കുകയാണ്.
നമ്മളുടെ NCERT-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം ഫിൽട്രേഷൻ നടന്ന് പിന്നെയാണ് സെഡിമെൻറ്റേഷൻ നടക്കുക, അല്ലാതെ ആദ്യം സെഡിമെൻറ്റേഷൻ നടന്നിട്ടല്ല ഫിൽട്രേഷൻ നടക്കുക. സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അടുത്ത നോക്കുക. ഓൾ സോളിഡ് ദാറ്റ് സെറ്റിൽ ഡൗൺ ദ പ്രൈമറി സ്ലഡ്ജ് ആൻഡ് ഓൾ സോളിഡ് ദാറ്റ് സെറ്റിൽ ഫ്രം ദ പ്രൈമറി സെറ്റിൽ ഫോം ദ primary sludge and then supernatant form the effluent. That's correct. The sludge from the primary settling tank is taken for the secondary treatment. Alla supernatant from the primary settling tank is taken for the secondary treatment. എന്നാണ് എഴുതേണ്ടത്. So the correct statement ഏതാണ്? C ആണ് correct statement. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ പ്രൈമറി ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ഇൻകറക്റ്റ് ആണ് കാണേണ്ടത്. ദ പ്രൈമറി എഫ്ലുവൻറ്റ് ഈസ് പാസ്ഡ് ഇൻ ടു ലാർജ് എയറേഷൻ ടാങ്ക് വേർ ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി അജിറ്റേറ്റഡ് മെക്കാനിക്കലി ആൻഡ് ദ എയർ ഈസ് പമ്പ്ഡ് ഇൻ ടു ഇറ്റ്. ദിസ് ഈസ് അലോ vigorous growth of various aerobic microbe into the flock. Correct. Flock are the masses of bacteria associated with the, അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ടിക്കറ്റ് ഉണ്ടാ, നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് ആണല്ലോ, അതിന് ടിക്കറ്റ് മതി. ഫ്ലോക്ക് ഇത് ട്രൂ എന്ന് എഴുതാം കേട്ടോ. ഫ്ലോക്ക് ആർ ദ മാസസ് ഓഫ് ബാക്ടീരിയ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെൻറ്റ് ടു ഫോം എ മെഷ് ലൈക്ക് സ്ട്രക്ചർ. അത് കറക്റ്റ് അല്ലേ? എയറോബിക് ബാക്ടീരിയകളും ഫംഗസിൻ്റെ ഫിലമെൻറ്റും കൂടെ ചേർന്ന് ഒരു ഫ്ലോക്ക് പോലെയുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മളെന്ത് പറയാം, അതാണ് ഫ്ലോക്കായിട്ട് മാറുന്നത്. മെഷ് പോലെയുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു, അതാണ് ഫ്ലോക്കായിട്ട് മാറുന്നത്. വൈൽ ഗ്രോയിങ് മൈക്രോബ് കൺസ്യൂം മേജർ പാർട്ട് ഓഫ് ദ ഓർഗാനിക് മാറ്റർ ഇൻ ദ എഫ്ലുവൻറ്റ്. ദിസ് ഇസ് സിഗ്നിഫിക്കൻ്റ്ലി എലിവേറ്റ് ദ BOD എന്നാണ് പറയുന്നത്, സിഗ്നിഫിക്കൻ്റ്ലി ഡിക്രീസസ് ദ BOD എന്നാണ് പറയേണ്ടത്. സോ ദിസ് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. BOD refers to the amount of oxygen that would be consumed if all the organic matter in 1 liter of water that were oxidized by the bacteria. That is also a true statement. So C ആണ് incorrect. നമുക്കറിയാം BOD കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് BOD എന്ന് വെച്ചാൽ സീവേജ് വാട്ടറിൽ BOD വളരെ കൂടുതലാണ്. മിക്കവർക്കും പല കുട്ടികൾക്കും ഇപ്പോഴും ആ ഒരു നമ്മൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിലും ഇവിടെയുമൊക്കെ BOD ഡിസോൾഡ് ഓക്സിജൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പിള്ളേർക്ക് ഭയങ്കര ഡൗട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ ഞാൻ എൻ്റെ രീതിയിലുള്ളൊരു ശ്രമം നടത്തി തരാം. അപ്പോൾ നിങ്ങളൊന്ന് ക്ലിയർ ആവുണ്ടോ നോക്കുക. സാധാരണ സീവേജ് വാട്ടറിൽ BOD കൂടുതലാണ് എന്ന് നമ്മൾ പറയും. പ്യുവർ വാട്ടർ ആണെങ്കിൽ BOD കുറവാണ്. സീവേജ് വാട്ടറിൽ ഡിസോൾഡ് ഓക്സിജൻ കുറവാണ്, പ്യുവർ വാട്ടറിൽ ഡിസോൾഡ് ഓക്സിജൻ കൂടുതലാണ്. ഈ കൺസെപ്റ്റ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ പഠിച്ചതാണ്. അതിനു മുമ്പ് നമ്മൾ BODയെ പരിചയപ്പെട്ടത് മൈക്രോബ് ഇൻ ഹ്യൂമൻ വെൽഫെയറിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? സീവേജുമായിട്ട് മിക്സ് ചെയ്താൽ, സീവേജിൽ ഒരുപാട് ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ട്. സീവേജുമായിട്ടൊരു വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ BOD കൂടും എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് അറിയാമോ? ആ സീവേജിലുണ്ടായിരുന്ന ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ, ശ്രദ്ധിച്ച് കേൾക്കണേ, ആ വേസ്റ്റ് വാട്ടറിലുണ്ടായിരുന്ന ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള ഓക്സിജൻ കൺസ്യൂം ചെയ്ത് ഓർഗാനിക് മാറ്റർ ഡിസോൾവ് ചെയ്യണം. അപ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതിൻ്റെ അർത്ഥം ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ദ ഡിമാൻഡ് ഓഫ് ഓക്സിജൻ ഈസ് ഹയർ വെൻ ദ സീവേജ് ഈസ് മിക്സിംഗ് വിത്ത് ദ വാട്ടർ എന്നാണ് അർത്ഥം. അതായത് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ട ആവശ്യമുള്ള ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്, ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടുതലാണ്. അല്ലാതെ ഓക്സിജൻ ഉണ്ട് എന്നല്ല, ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടുതലാണ്. ഓക്സിജൻ കൂടുതൽ ആവശ്യമുണ്ട് ആ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറയുന്നത്? ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ ഉപയോഗിച്ചല്ലേ ഈ ഓർഗാനിസംസ് ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യുക. അതുകൊണ്ട് ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് കുറയും. മനസ്സിലായോ? അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ ഉപയോഗിച്ച് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് BOD കൂടുതലാണ് എന്ന് നമ്മൾ പറയാം. അങ്ങനെ ഈ ഡിസോൾഡ് ഓക്സിജനൊക്കെ ഉപയോഗിച്ച് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ BOD കുറയും, ഡിസോൾഡ് ഓക്സിജൻ്റെ അളവ് മെല്ലെ മെല്ലെ കൂടും എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ ആയോ? അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞു തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The gases which evolved from the anaerobic sludge digester constituting biogas. Anaerobic sludge digester.
അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ. അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ എവിടെ ഉണ്ടാവുക? ആദ്യം പ്രൈമറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സീവേജിനെ കൊണ്ടുവരും. അങ്ങനെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആദ്യം ഫിൽട്രേഷൻ നടക്കും, വലിയ വലിയ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യും. പിന്നെ സെഡിമെൻറ്റേഷൻ നടക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡിസോൾവ് ആയിട്ടുള്ള മഡ്, ക്ലേ, സാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ സ്ലഡ്ജ്, പ്രൈമറി സ്ലഡ്ജ് എന്നും മുകളിലുള്ള വെള്ളത്തിനെയാണ് സൂപ്പർ നേറ്റൻ്റ് എന്നും പറയാം. എന്നിട്ട് ഈ സൂപ്പർ നേറ്റൻറ്റിനെ മാത്രം നമ്മൾ എയറേഷൻ ടാങ്കിലേക്ക് മാറ്റി ഫ്ലോക്കുകളെ വളർത്തിയെടുത്ത് BOD കുറയ്ക്കും. മനസ്സിലായോ? BOD കുറച്ച് കഴിഞ്ഞാൽ ആ BOD കുറച്ച ആ സൂപ്പർ നേറ്റൻ്റ് ഉണ്ടല്ലോ, BOD കുറച്ച സൂപ്പർ നേറ്റൻറ്റിനെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ബാക്കിയുള്ള അടിഞ്ഞുകൂടുന്ന വസ്തുക്കളെയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയാം. ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ ഒരു 95% ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലിട്ട് നശിപ്പിക്കും. ബാക്കി വളരെ കുറച്ച് ഒരു 5% ആക്ടിവേറ്റഡ് സ്ലഡ്ജ് മാത്രമാണ് നമ്മൾ അടുത്ത റൗണ്ടിലും ഇനോക്കുലമായിട്ട് ഉപയോഗിക്കേണ്ടേ. ഇനിയും സീവേജ് വെള്ളം വരില്ലേ, അപ്പോൾ ഇനോക്കുലമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ അനേറോബിക് ഓർഗാനിസംസ് ആണുള്ളത്. അവർ ആ സ്ലഡ്ജിനെ നശിപ്പിക്കും. അങ്ങനെയുള്ള അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നശിപ്പിക്കുമ്പോൾ ബയോഗ്യാസ് ആയിട്ട് എന്താണ് ഫോം ആവുക എന്ന് ചോദിച്ചാൽ മീഥേനും സൾഫർ ഡൈ ഓക്സൈഡ് ഇല്ല, അപ്പോൾ ഇത് തെറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇത് തെറ്റ്. മീഥെയിൻ, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഇത് തെറ്റ്. ഏതാണ് കറക്റ്റ്? D ആണ് കറക്റ്റ്. മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എക്കെയിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ഞാൻ നിങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്, എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. ഇൻ സെറ്റിലിംഗ് ടാങ്ക് ദ സെഡിമെൻറ്റഡ് ബാക്ടീരിയൽ ഫ്ലോക്ക് ആർ കോൾഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. സെറ്റിലിംഗ് ടാങ്കിൽ ഫോം ആകുന്ന സെഡിമെൻറ്റഡ് ബാക്ടീരിയൽ ഫ്ലോക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. വിച്ച് പാർട്ട്, എ സ്മോൾ പാർട്ട് ഓഫ് ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, ഇത് ടിക്കറ്റ് അമരട്ടെ, നമുക്കിത് ട്രൂ എന്ന് എഴുതാം. ഓക്കെ. എ സ്മോൾ പാർട്ട് ഓഫ് ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഈസ് പമ്പ്ഡ് ബാക്ക് ടു അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ ടു സെർവ് ആസ് ദ ഇനോക്കുലം. തെറ്റ്. A small part of the activated sludge is pumped back to the aeration tank to act as the inoculum ആണ്. ബാക്കിയുള്ള കൂടുതൽ ഭൂരിഭാഗം ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെയും അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലിട്ട് നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുക. സോ ദിസ് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി in anaerobic sludge digester, other kind of bacteria which grow anaerobically and digest the bacteria and fungi in the sludge. ശരി. True. The bacteria can be used as a source of energy and it is inflammable. True. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ റിമൂവ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഡെബ്രിസുകളെയും വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്ന ഇംപ്യൂരിറ്റീസ് എന്ന് വെച്ചാൽ അലിഞ്ഞിരിക്കുന്ന ന്യൂട്രിയൻസ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഇംപ്യൂരിറ്റീസ്, അതായത് ഡസ്റ്റ്, ക്ലേ, മണ്ണ്, മണൽ, അങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ. സോ ഡിസോൾഡ് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓർഗാനിക് സബ്സ്റ്റൻസുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് റിമൂവ് സസ്പെൻഡഡ് സോളിഡ്. സസ്പെൻഡഡ് സോളിഡുകളെ റിമൂവ് ചെയ്യുന്നത് പ്രൈമറി ട്രീറ്റ്മെൻറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ സസ്പെൻഡഡ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ഡെബ്രിസുകളാണ്. സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മണ്ണ്, മണൽ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ. സെക്കൻഡറി സീവേജ് ട്രീറ്റ്മെൻറ്റ് ഈസ് മെയിൻലി ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ആർക്ക് സംശയം ഉണ്ടാവില്ല അതിലൊന്നും, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. BOD ഓഫ് വേസ്റ്റ് വാട്ടർ ഈസ് റെപ്രസെൻറ്റഡ് ആസ്. പേജ് നമ്പർ 184 പേജ് നമ്പർ 184 തോന്നുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. സീവേജ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിൽ ഒന്നാണിത്. BOD എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് അപ്ടേക്ക് ഓഫ് ഓക്സിജൻ by microorganism to decompose the organic matter present in the soil, present in the water. അതായത് സീവേജ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേറ്റ് ഓഫ് അപ്ടേക്ക് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ എത്ര ഉപയോഗിച്ചാണ്
ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യേണ്ടത്. അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക? BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ BOD ഓഫ് വേസ്റ്റ് വാട്ടർ റെപ്രസെൻറ്റഡ് ആസ് ഓക്സിജൻ കൺസപ്ഷൻ ആണ്. ഓക്സിജൻ, എത്ര ഓക്സിജൻ ഉപയോഗിച്ച്. അപ്പോൾ അതായത് ടോട്ടൽ ഇനോർഗാനിക് മാറ്റർ കറക്റ്റായിട്ട് വരില്ല. ബയോഡിഗ്രേഡബിൾ മാറ്റർ എന്നും അതും ഇതുമായിട്ട് മാച്ചിങ് അല്ല. നമുക്കറിയാം സീവേജുകൾ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഉള്ളിലുള്ള ഓർഗാനിക് മാറ്റേഴ്സ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി എത്ര ഓക്സിജൻ വേണമോ അതിൻ്റെ അളവിനെയാണ് നമ്മൾ BOD ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദ ഓക്സിജൻ കൺസപ്ഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 184. ഒന്ന് ഓർത്ത് വെച്ചോ, നന്നായിട്ട് പഠിച്ചോ. ഹൈ വാല്യൂ ഓഫ് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഇൻഡിക്കേറ്റ് വാട്ടർ ഈസ് പ്യുവർ ആണോ, വാട്ടർ ഈസ് ഹൈലി പൊല്യൂട്ടഡ് ആണോ, ലെസ് പൊല്യൂട്ടഡ് ആണോ, കൺസപ്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ദ വാട്ടർ ഈസ് ഹയർ ബൈ മൈക്രോബ് ആണോ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഹൈ വാല്യൂ ഓഫ് BOD എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വാട്ടർ ഈസ് ഹൈലി പൊല്യൂട്ടഡ്. സീവേജ് വാട്ടർ നല്ലോണം പൊല്യൂട്ടഡ് ആണെങ്കിലാണ് ഹൈ BOD എന്ന് നമ്മൾ പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് the activated sludge flock do not get enough oxygen supply. If the activated sludge flock do not get oxygen supply, അതായത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ ഒരുപാട് എയറോബിക് ബാക്ടീരിയകളും ഫംഗസുകളും എല്ലാം ചേർന്നുണ്ടാകുന്ന ഫ്ലോക്കുകളാണ് ഉണ്ടാവുക. അതിന് ഓക്സിജൻ സപ്ലൈ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് ഓക്സിജൻ സപ്ലൈ കിട്ടിയില്ലെങ്കിലും ഇറ്റ് വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണോ? ഇല്ല. ഇറ്റ് വിൽ ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ ഫ്ലോക്ക് ആണോ? ഇല്ല. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടുതലും എയറോബിക് ബാക്ടീരിയകളല്ലേ, അതുകൊണ്ട് ബാക്ടീരിയകൾ നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും അതുമായിട്ട് മാച്ച് ആവുന്ന ഓപ്ഷൻ അല്ല. നിങ്ങൾ ഈ B ഓപ്ഷൻ നോക്കുക. ദ സെൻറ്റർ ഓഫ് ദ ഫ്ലോക്ക് വിൽ ബിക്കം അനോക്സിക് വിച്ച് വുഡ് കോസ് ദ ഡെത്ത് ഓഫ് ദ മൈക്രോബ് ആൻഡ് ഇവൻച്വലി ദ ബ്രേക്കേജ് ഓഫ് ഫ്ലോക്ക്. ഇതാണ് സംഭവിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രിഡോമിനൻറ്റ് ഗ്യാസ് ഇൻ ദ ബയോഗ്യാസ്. ബയോഗ്യാസിലുള്ള പ്രിഡോമിനൻറ്റ് ഗ്യാസ് ഏതാണ്? മീഥെയിൻ ആണ്. മീഥെയിൻ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഗ്യാസ്. അതിന് ശേഷമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രജൻ ഒക്കെ ഉണ്ടാകുക. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്? ബയോഗ്യാസിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? Okay, the type of gas produced depend upon the microbe and the organic substance they utilize. ശരിയാണ്. ഏത് ഗ്യാസ് ആണ് ഉണ്ടാകുക, ഏത് ടൈപ്പ് ഗ്യാസ് ആണ് കൂടുതൽ ഉണ്ടാകുന്നതെന്നൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏത് മൈക്രോബാണ് അവിടെയുള്ളത് എന്നും ഏത് ടൈപ്പ് കോമ്പൗണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നുള്ളതിനെയും ബേസ് ചെയ്തിരിക്കും. Certain bacteria which grow anaerobically on cellulosic material produce large amount of methane along with carbon dioxide and nitrogen. അപ്പോൾ ഇതും certain bacteria which grow anaerobically on cellulosic material produce large amount of methane along with carbon dioxide and nitrogen അല്ല, ഹൈഡ്രജൻ ആണ് വേണ്ടത്. സോ ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമുക്കൊന്ന് മാറ്റാം അല്ലേ, ഇത് ട്രൂ എഴുതാം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെഥനോജൻ ആർ കോമൺലി ഫൗണ്ട് ഇൻ ദ അനേറോബിക് സ്ലഡ്ജ് ഡ്യൂറിങ് ദ സീവേജ് ട്രീറ്റ്മെൻറ്റ് ഈസ് ദ കോമൺ എക്സാമ്പിൾ. ദ കോമൺ എക്സാമ്പിൾ ഈസ് മെഥനോബാക്ടീരിയം. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മെഥനോജൻസ് ആർ ഓൾസോ പ്രസൻറ്റ് ഇൻ ദ റൂമൻ ഓഫ് ദ കാറ്റിൽ വെയർ ദേ ഹെൽപ്പ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് സെല്ലുലോസ് ആൻഡ് പ്ലേ അൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ന്യൂട്രീഷൻ ഓഫ് ദ കാറ്റിൽ. ദിസ് ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് B ആണ്. ഓക്കെ, the depth of the concrete tank of biogas plant in which bio waste are collected and slurry of the dung is fed is. അതായത് ആ ബയോഗ്യാസ് ഉണ്ടാക്കുന്ന ആ ഒരു വലിയ ഡൈജസ്റ്ററിൽ എത്ര ഡെപ്തിലാണ് ഉള്ളത്? 10 to 15 ഫീറ്റിലാണ് ഉള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്? അഗെയിൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ടാകും എന്നെനിക്കറിയാം. പക്ഷേ നമ്മൾക്ക് വേറെ നിവൃത്തിയില്ല. കൂടുതലും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ എത്ര ഇൻകറക്റ്റ് ഉണ്ട്, എത്ര കറക്റ്റ് ഉണ്ട് എന്നൊക്കെ എപ്പോഴും ചോദിക്കും. അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തരുന്നത്. ആരും തെറ്റായിട്ട് വിചാരിക്കരുത്. The gobar gas is a special type of biogas generated the dung of the cattle. ബയോഗ്യാസ്
ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് നമ്മളുടെ വില്ലേജുകളിലൊക്കെ ഗോബർ ഗ്യാസ് ചാണകത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ബയോഗ്യാസിനെ ജനറലി നമ്മൾ പറയുന്ന പേരാണ് ഗോബർ ഗ്യാസ്. അപ്പോൾ ഗോബർ ഗ്യാസ് ബയോഗ്യാസ് ആണ് വിച്ച് ഈസ് ജനറേറ്റഡ് ഫ്രം ദ ഡങ് ഓഫ് ദ കാറ്റിൽ എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഇൻകറക്റ്റ് ഒന്നും അല്ല അത്. എ ഫ്ലോട്ടിംഗ് കവർ ഈസ് പ്ലേസ്ഡ് ഓവർ ദ സ്ലറി which keeps on rising as the gas is produced in the tank due to the microbial activity. അതും കറക്റ്റാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബയോഗ്യാസ് പ്ലാന്റിന് ഒരു ഫ്ലോട്ടിംഗ് കവർ ഉണ്ട്, ശരിയല്ലേ? ഫ്ലോട്ടിംഗ് കവർ ഉണ്ട്, സ്ലറീൻ്റെ മുകളിൽ ഒരു ഫ്ലോട്ടിംഗ് കവർ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ബയോഗ്യാസ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഉയർന്നിരിക്കുന്നു. അത് കറക്റ്റാണ് അല്ലേ. ഇനി എ ടിപ്പിക്കൽ ബയോഗ്യാസ് പ്ലാന്റ് ഹാസ് 2 main outlets. One for biogas which is used by the nearby houses and the other spent which may be used as the fertilizer. ശരിയാണ്, 2 ഔട്ട്ലെറ്റ് ഉണ്ട്. ഒരെണ്ണം ബയോഗ്യാസ് ഉണ്ടാക്കുന്ന ഔട്ട്ലെറ്റും പിന്നീട് ഈ ചാണകത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്ലറിയിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം പോലെയുള്ള ഒരിതുണ്ട്. അത് നമുക്ക് ചാണകത്തിൽ നിന്നുള്ളതാണ്. അത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഫെർട്ടിലൈസറായിട്ടാണ്, വളമായിട്ട് ഉപയോഗിക്കാം. ശരിയാണ്. A typical biogas, അത് പറഞ്ഞില്ലേ. The technology of biogas production was developed in India mainly due to the effort of IARI and KVIC. അതും ശരിയാണ് അല്ലേ. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ്റെയും ഒരു താല്പര്യപ്രകാരമാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടത്. ബയോഗ്യാസ് പ്ലാന്റ് ആർ മോർ ഓഫൺ built in rural areas due to the availability of large quantities of cattle dung and thus the biogas produced is used for cooking and lightening. കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് അല്ലേ നമുക്ക് വേണ്ടത്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് എല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. കുറച്ച് വേർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഇന്നർ മീനിങ് ഒക്കെ കറക്റ്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, IARI എന്താണ്? ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷനിൽ പറയുന്ന IARI, സെയിം IARI തന്നെ. KVIC ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്പനിയാണോ? കിസാൻ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്പനിയാണോ? അതുപോലെ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണോ? ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷണറാണോ? സി ആണ് ആൻസർ അല്ലേ. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ ബയോഗ്യാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങളൊന്ന് നോക്കാം. നമുക്കിതിൽ അറിയാനാവും. ഇത് ബി ഡൈജസ്റ്ററാണ്. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. ഒരു വലിയ ടാങ്ക് 10 to 15 ഫീറ്റ് ഡെപ്തുള്ള ഒരു വലിയ ടാങ്ക്. ഈ ടാങ്കിലേക്ക് നമ്മൾ സ്ലറി ഫീഡ് ചെയ്യുന്നത്, അതായത് ഡങ് വാട്ടറൊക്കെ സ്ലറി എന്നുവെച്ചാൽ ഡങ് വാട്ടർ സ്ലറി ഒഴിക്കുന്നത് ഇതുവഴിയാണ്. ഇതിലൂടെ ഒഴിച്ചിട്ടാണ് ഇവിടേക്ക് എത്തുക. അത് കഴിഞ്ഞിട്ട് ബയോഗ്യാസ് ഉണ്ടാകും. ഇവിടെ ബയോഗ്യാസ് ഉണ്ടാകും. അതുകൊണ്ട് സി എന്താണ്? സി എന്ന് പറയുന്നത് ഗ്യാസ് ഹോൾഡർ ആണ്. ഗ്യാസ് ഹോൾഡർ ഇത് ബയോഗ്യാസ് കൊടുക്കാനുള്ള സ്ഥലമാണ്, ഇതിലൂടെ കൊടുക്കാനുള്ള സ്ഥലമാണ്. ഇത് നമ്മളുടെ സ്ലഡ്ജ് റിമൂവ് ചെയ്ത് നമ്മൾ ഫെർട്ടിലൈസറൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന സംഭവമാണിത്. സ്ലഡ്ജ് കേട്ടോ, സ്ലഡ്ജ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? എ സ്ലഡ്ജ്, ബി ഡൈജസ്റ്റർ, സി ഗ്യാസ് ഹോൾഡർ ആൻഡ് ഡി സ്ലറി അല്ലെങ്കിൽ ഡങ് വാട്ടർ. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മെഥനോജൻ ഈസ് നോട്ട് കറക്റ്റ് എന്നാണ്. ദേ പ്രൊഡ്യൂസ് മീഥേൻ ഗ്യാസ്, അത് കറക്റ്റാണ്. ദേ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബയോഗ്യാസ്, കറക്റ്റാണ്. ദേ are found in the rumen of the cattle and their excreta, ശരിയാണ്. They grow aerobically and break down of cellulose rich material, ഫുഡ് അല്ല, അനേറോബിക്കലി ആണ് അവർ വളരുന്നത് എന്നതുകൊണ്ട് അത് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് സെഡിമെൻറ്റ് ഇൻ സെറ്റിൽമെൻറ്റ് ടാങ്ക് of sewage treatment of plant is a rich source of aerobic bacteria. Activated sludge sediment ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ എയറോബിക് ബാക്ടീരിയകളും ഫംഗസുകളുമാണ് ഉണ്ടാവുക. അത് അപ്പോൾ എയറോബിക് ബാക്ടീരിയയുടെ സോഴ്സ് ആണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അത് കറക്റ്റാണ്. ഇനി മെഥനോ ബാക്ടീരിയം ഈസ് നമുക്ക് വേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇത് കറക്റ്റാണ്. മെഥനോ ബാക്ടീരിയം അനേറോബിക് അല്ല, എയറോബിക് ആണ്. എയറോബിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അനേറോബിക് ആണ്. അനേറോബിക്.
അപ്പോൾ അത് തെറ്റാണ്. ബയോഗ്യാസ് പ്രൊഡ്യൂസ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് എയറോബിക് ബാക്ടീരിയ അല്ല, എഗെയിൻ അനെയറോബിക് ബാക്ടീരിയ ആണ്. ബയോഗ്യാസ് കോമൺലി കോൾഡ് ഗോബർ ഗ്യാസ് ഈസ് പ്യുവർ മീഥെയിൻ അല്ല, ഇറ്റ് ഈസ് നോട്ട് പ്യുവർ മീഥെയിൻ, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ഇൻക്ലൂഡിങ് മീഥെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. ഇൻകറക്റ്റ്, തെറ്റായത്. In agriculture, there is a method of controlling the pest relies on the natural predation rather than introduced chemical. ബയോ കൺട്രോളിങ് ഏജൻറ്റുകളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇനി നിങ്ങൾ കാണുന്നത് കേട്ടോ. അഗ്രികൾച്ചറിൽ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ പ്രഡേഷനിലാണ് റാദർ ദാൻ ഇൻട്രൊഡ്യൂസിങ് കെമിക്കൽ. കെമിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുക? നമ്മുടെ ഭൂമി പൊല്യൂട്ടഡ് ആകും, മണ്ണ് പൊല്യൂട്ടഡ് ആകും, പിന്നെ വെള്ളം പൊല്യൂട്ടഡ് ആകും. അങ്ങനെ പൊല്യൂട്ടൻസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നല്ലതല്ല. അപ്പോൾ നമുക്ക് നാച്ചുറൽ പ്രഡേഷനിലൂടെ, ശരിക്കും ഒരു ഓർഗാനിക് ഫാമിങ്ങിൽ നമ്മൾ ഒരിക്കലും കെമിക്കൽസ് ഉപയോഗിച്ചിട്ടല്ല ചെയ്യുക. അത് അവർ വിചാരിക്കുന്നത് നാച്ചുറൽ പ്രഡേഷനിലാണ്. ഒരു പെസ്റ്റ് വന്ന് അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റ് വന്ന് നമ്മളുടെ വിളകൾ നശിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കെമിക്കൽസ് അടിച്ച്, ഇൻസെക്ടിസൈഡ് അടിച്ച് അതിനെ നശിപ്പിക്കുകയല്ല വേണ്ടത്. പകരം ഈ പെസ്റ്റിനെ അല്ലെങ്കിൽ ഈ ഇൻസെക്റ്റിനെ നാച്ചുറലായിട്ട് ഭക്ഷിക്കുന്ന വേറെ പ്രഡേറ്റർ ഉണ്ടാവുമല്ലോ, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് കറക്റ്റ് അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് അത് തെറ്റൊന്നുമില്ല, അത് കറക്റ്റാണ്. എ കീ ബിലീഫ് ഓഫ് ഓർഗാനിക് ഫാമർ ഈസ് ദാറ്റ് ബയോഡൈവേഴ്സിറ്റി ഫർദേഴ്സ് ഹെൽത്ത്. കറക്റ്റാണ്. ബയോഡൈവേഴ്സിറ്റിയാണ് എല്ലാ ഹെൽത്തിനെയും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ദ കൺവെൻഷണൽ ഫാമിംഗ് പ്രാക്ടീസസ് റെയർലി യൂസ് കെമിക്കൽ മെത്തേഡ് ടു കിൽ ബോത്ത് യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ ലൈഫ് ഫോംസ് ആൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി എന്ന് പറഞ്ഞാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. കൺവെൻഷണൽ ഫാമിങ്ങിൽ നമ്മൾ റെയർലി അല്ല, ഓഫൺ വി യൂസ് കെമിക്കൽ മെത്തേഡ് ടു കിൽ ബോത്ത് യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ predators എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇത് തെറ്റ്. ഓക്കെ, ദ ഓർഗാനിക് മാറ്റർ, ദിസ് ഇസ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. Okay, the organic farmer hold the view that the eradication of the creature that are often described as the pest is not only possible but also undesirable. എന്ന് വെച്ചാൽ ഒരു ഓർഗാനിക് ഫാമർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പെസ്റ്റുകളെ മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അതങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്യാനും പാടില്ല, അത് നല്ലൊരു മെത്തേഡും അല്ല. അത് ശരിയാണ് അല്ലേ? അപ്പോൾ ഇതിൽ എത്ര എണ്ണം തെറ്റ് എന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രമാണ് തെറ്റ് അല്ലേ? ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്ന് ഇൻകറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബയോ പെസ്റ്റിസൈഡ് യൂസ്ഡ് ടു ഗെറ്റ് റിഡ് ഓഫ് അഫിഡ്. ആ ഭാഗത്തൊരു കൺഫ്യൂഷൻ കുട്ടികൾക്കുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലേഡി ബേർഡ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈ ആർ യൂസ്ഡ് ടു റിമൂവ്, എന്താ പറഞ്ഞിരിക്കുന്നത്? അഫിഡ് ആൻഡ് മോസ്കിറ്റോ റെസ്പെക്റ്റീവ്ലി എന്നൊരു വേർഡും കൂടെ അവിടെ ഉണ്ട്, റെസ്പെക്റ്റീവ്ലി. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളത് ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ. അതായത് അവിടെ ലേഡി ബേർഡ് ഈസ് യൂസ്ഡ് ടു റിമൂവ് എന്താ അഫിഡും ഡ്രാഗൺ ഫ്ലൈസ് ആർ യൂസ്ഡ് ടു റിമൂവ് മോസ്കിറ്റോസുമാണ്. സോ ടു ലേഡി ബേർഡാണ് ആൻസർ അല്ലേ? അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോബിയൽ ബയോ കൺട്രോൾ ഏജൻറ്റ് ദാറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു കൺട്രോൾ ദ ബട്ടർഫ്ലൈ കാറ്റർപില്ലർ. അപ്പോൾ ഇവിടെ ബയോ കൺട്രോളിങ് ഏജൻറ്റിൽ ഓരോ ഭാഗവും നമ്മുടെ 187 നിങ്ങൾക്കിതൊക്കെ കാണാൻ സാധിക്കുക. അപ്പോൾ 187 നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലേഡി ബേർഡ്, ഡ്രാഗൺ ഫ്ലൈ, അത് ആരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? അഫിഡിനെയും, നമ്മളുടെ ക്വസ്റ്റ്യനിൽ വന്ന് അഫിഡിനല്ലേ അല്ലേ, മോസ്കിറ്റോസും അല്ലേ? അത് കഴിഞ്ഞ് തൊട്ട് താഴെ അതേ പാരഗ്രാഫിൽ, സെയിം പാരഗ്രാഫിൽ, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പാരഗ്രാഫാന്ന് തോന്നുന്നു, പേജ് നമ്പർ 187 രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു 6ാമത്തെ ലൈനൊക്കെ ആയിട്ട് നിങ്ങളോട് പറയുന്നത് ബട്ടർഫ്ലൈ കാറ്റർപില്ലർ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തിനെയാണ് ഉപയോഗിക്കുക? ബട്ടർഫ്ലൈ കാറ്റർപില്ലറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ബാസിലസ് തുറിഞ്ചെൻസിസ്, നമ്മളിപ്പോൾ BT അത് പലതവണ നമ്മൾ പഠിച്ചതുമാണ്. അതുകൊണ്ട് നിങ്ങൾക്കതൊന്നും തെറ്റില്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ സ്പോർട്സുകളൊക്കെ വെള്ളത്തിൽ കലക്കി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ബാസിലസ് തുറിഞ്ചെൻസിസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? എഗെയിൻ ദേ വരുന്നു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നോക്കാം. Which of the following statement is incorrect? നോക്കണേ. Eradication of the pest is undesirable as without them the beneficial predatory and parasitic insect which depend upon them as a food or host would not be able to survive. ശരിയാണ്. എന്തുകൊണ്ടാണ് ഒരു ഓർഗാനിക് ഫാമർ യൂസ് ചെയ്യുന്നത് മൊത്തം പെസ്റ്റുകളെ റിമൂവ് ചെയ്യാൻ പാടില്ല എന്നെന്തുകൊണ്ടാണ് നമ്മളുടെ ഒരു ഓർഗാനിക് ഫാമർ
ചിന്തിക്കുന്നത്. കാരണം ബെനിഫിഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ കൃഷികളെ നശിപ്പിക്കുന്ന പാരസൈറ്റുകളെ കഴിക്കുന്ന ഇൻസെക്റ്റുകളും കൂടെ കെമിക്കൽസ് അപ്ലൈ ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ മണ്ണിന് വേണ്ട ഇൻസെക്റ്റുകളെ അങ്ങനെ തന്നെ നിലനിർത്തണം, അല്ലെങ്കിൽ വേണ്ട ആൾക്കാരെ അങ്ങനെ തന്നെ നിലനിർത്തണം. അത് കറക്റ്റാണ്, ട്രൂ. അടുത്തത്, an important part of the biological farming approach is to become familiar with the various life forms that inhabit the field, predators as well as pests, and also their life cycle, patterns of feeding and habitat as they prefer. Correct ആണ് കേട്ടോ. The true very familiar beetle with the red and black markings is the ladybird. True. അടുത്തത്, BT spores are mixed with water and sprayed into vulnerable plant എന്നാണ് ഇത്. വാല്യുബിൾ പ്ലാന്റ് such as brassicas and fruit trees where these are eaten by the insect adult അല്ല, ഇൻസെക്റ്റ് ലാർവ ആണ് കേട്ടോ. സോ ദിസ് ഈസ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഡി ആണ് കറക്റ്റ്. ഇൻകറക്റ്റ് അല്ലേ നമുക്ക് വേണ്ടത്? റോങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ട്രൈക്കോഡെർമ കേട്ടോ. ട്രൈക്കോഡെർമ developed for the use in the treatment of plant diseases. Same പേജ് നമ്പർ 187 നിങ്ങൾക്കിത് കാണാം. പ്ലാന്റ് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ സ്പീഷീസ് ആർ ഫ്രീ ലിവിങ് ഫംഗൈ ദാറ്റ് ആർ വെരി കോമൺ ഇൻ റൂട്ട് എക്കോസിസ്റ്റം. ദിസ് ഇസ് ട്രൂ. ഇറ്റ് ബിലോങ്സ് ടു ദ ഡിവിഷൻ ഓഫ് ആസ്കോമൈസെറ്റ്സ് ആണോ? അപ്പോൾ നിങ്ങൾ വരിക്കും ഇതില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ടടാ, നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. ഡ്യൂട്രോമൈസെറ്റ്സ്, ഫംഗൈ ഇംപെർഫെക്റ്റായി, അതിൽ കളക്ടോട്രിക്കം, ട്രൈക്കോഡെർമ, ഓൾട്ടർനേറിയ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ട്രൈക്കോഡെർമ വരുന്ന ഇറ്റ് ബിലോങ്സ് ടു ഡിവിഷൻ നോട്ട് ആസ്കോമൈസെറ്റ്സ്, പകരം ഡ്യൂട്രോമൈസെറ്റ്സ് ആണ് കേട്ടോ. ദിസ് ഇസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിലിപ്പോൾ ഏതാ വേണ്ടത്? ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് എന്നാണ് വേണ്ടത്. സോ ദിസ് ഇസ് ഇൻകറക്റ്റ് എന്ന് നമുക്കിവിടെ എഴുതിയേക്കാം. വിച്ച് ആർ വെരി എഫക്റ്റീവ് ബയോ കൺട്രോൾ ഏജൻറ്റ് ഫോർ സെവറൽ പ്ലാന്റ് പാത്തോജൻ കറക്റ്റ്. സോ 3 ആർ കറക്റ്റ്, 3 ആർ ട്രൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ബാക്യുലോ വൈറസ്. ഇനി ബാക്യുലോ വൈറസിനെ പറ്റി സെയിം പേജ് നമ്പർ 187 ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്കിത് കാണാൻ പറ്റും. They are the pathogen that attack insect and other arthropod. True. The majority of baculovirus is used as a biological control agent and are the family nucleopolyhedrovirus. True. The virus that are excellent candidate for species-specific narrow spectrum insecticidal application. True. They have been shown to have no negative impact on plant, mammal, bird, fish or even on non-target insect. അത് ട്രൂ ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ IPM പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് എസ്പെഷ്യലി ഡിസൈറബിൾ വെൻ ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് ആർ ബീങ് കൺസേർവ്ഡ് ടു എയ്ഡ് ആൻ ഓവറോൾ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഓർ വെൻ ആൻ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഈസ് ബീങ് ട്രീറ്റഡ്. ട്രൂ. അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്? 5 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലേഡി ബേർഡ് അഫിഡിനെ കൺട്രോൾ ചെയ്യുന്നു. മൈക്കോറൈസ ഗ്ലോമസ്, ബയോളജിക്കൽ കൺട്രോൾ ട്രൈക്കോഡെർമ ഉപയോഗിക്കാം, ബയോഗ്യാസ് മെത്തനോബാക്ടീരിയം. സോ A matches to 3, B matches to 4, C matches to 2, D matches to 1. B ആണ് ആൻസർ. B. This is B ട്ടോ. B. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is incorrect? Biofertilizers are the organism that enrich the nutrient quality of the soil. ശരിയല്ലേ? ട്രൂ ആണ്. Realizing the problems associated with the overuse of chemical pesticides, there is a large pressure to switch the organic farming the use of biofertilizer. True. The main source of biofertilizers are bacteria, fungi, protozoans and cyanobacteria. Alla, bacteria, fungi, cyanobacteria ആണ് answer. This is the wrong statement. In root nodules of leguminous plants, symbiotic association is formed by the rhizobium. This is true. So, which of the following incorrect? C ആണ്. The fungal symbiont in mycorrhiza is association absorbed dash from the soil, phosphorus from the soil. അതുകൊണ്ട് മൈക്കോറൈസയ്ക്ക് ഫോസ്ഫറസ് സൈക്കിളിൽ ഒരു പാർട്ട് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. എക്കോളജീൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്കോസിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ മുമ്പിൽ പറഞ്ഞതാണത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ
കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു മൈക്കോറൈസ. മൈക്കോറൈസയെ പറ്റി എന്താണ് കറക്റ്റ്? മൈക്കോറൈസ നിങ്ങൾക്കറിയാം സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗസ് വിത്ത് ദ റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ് ആണ്. സോ നോക്കാം, ഫംഗൈ ആർ ഓൾസോ നോൺ ടു ഫോം സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് ദ പ്ലാന്റ്. കറക്റ്റ്. Many members of the genus Glomus form mycorrhiza. Correct. It provides resistance to root-borne pathogen. Correct ആണ്. It provides tolerance to salinity and drought. True ആണ്. It helps overall increase in plant growth and development. True ആണ്. So all the statement are correct ആണ്. Okay. അടുത്ത question നോക്കാം. Which of the following is not a biofertilizer എന്നാണ് ചോദ്യം. അഗ്രോബാക്ടീരിയം നമ്മൾക്കറിയാം, നമ്മളത് എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ ബയോടെക്നോളജിയിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് വരില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫറസ് ഫ്രം ദ സോയിൽ ബൈ പ്ലാന്റ്? നമുക്കറിയാം ഗ്ലോമസ്, മൈക്കോറൈസ അല്ലേ, ഗ്ലോമസ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോബ് ഫോം സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് പ്ലാന്റ് ആൻഡ് ഹെൽപ്സ് ദം ഇൻ ദെയർ ന്യൂട്രീഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോബ് ഫോം സിംബയോട്ടിക് അസോസിയേഷൻ, അതായത് ചോദിച്ചിരിക്കുന്നത് സിംബയോട്ടിക് അസോസിയേഷനിൽ ജീവിക്കുന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോമസ് ആണ്, മൈക്കോറൈസ സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അതേസമയം അസറ്റോബാക്ടർ എന്ന് പറയുന്നത് ഫ്രീ ലിവിങ് ആണ്. ട്രൈക്കോഡെർമ റൂട്ട് എക്കോസിസ്റ്റത്തിൽ കാണപ്പെടുന്ന ഫംഗസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ ഗ്ലോമസ് എന്നാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാക്ടീരിയ വിച്ച് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ഇറ്റ്സ് ഫ്രീ ലിവിങ് ഫോം ഇൻ ദ സോയിൽ. ഫ്രീ ലിവിങ് ഫോമിൽ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നത് അസോസ്പൈറിലം അസറ്റോബാക്ടർ. സോ ദ ആൻസർ വിൽ ബി ബി, അസോസ്പൈറിലം അസറ്റോബാക്ടർ. ബാക്കിയുള്ളതിൽ അസോസ്പൈറിലം ഉണ്ട്, അസോറൈസോബിയം ആണ്, പിന്നെ അസറ്റോബാക്ടറും റൈസോബിയവും, ഫ്രാൻകിയ, അസോസ്പൈറിലം. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വരിക അസറ്റോബാക്ടറും അസോസ്പൈറിലവും. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is incorrect? Rhizobium fixes atmospheric nitrogen into inorganic form which are used by plant nutrients. Alla, rhizobium fixes atmospheric nitrogen into organic form. Organic form എന്നാണ് നമ്മുടെ NCERT ഉള്ളത്. So which are used, which of the following incorrect എന്നല്ല, ഇത് ഇൻകറക്റ്റാ. Cyanobacteria are autotrophic microbe widely distributed in aquatic and terrestrial environment, many of which can fix atmospheric nitrogen. This is a true statement. Blue-green algae add organic matter to soil and increases soil fertility. In paddy field, cyanobacteria serve as the important fertilizer, biofertilizer. Correct. Baculovirus belong to the genus Nucleopolyhedrovirus. IPM stands for, IPM എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്കോറൈസ അബ്സോർബ് നമ്മൾ നേരത്തെ കണ്ടു ഫോസ്ഫറസ് ഫ്രം ദ സോയിലാണ്. അസേർഷൻ നോക്കുക, ദർ ആർ ലാർജ് ഹോൾസ് പ്രസൻറ്റ് ഇൻ ദ സ്വിസ് ചീസ്. ശരിയാണ്. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാണി എന്ന് പറയുന്ന ബാക്ടീരിയത്തിൻ്റെ ആക്ടിവിറ്റീസ് കാരണം സ്വിസ് ചീസ് നോക്കിയാൽ ഒരുപാട് വലിയ വലിയ ഹോളുകൾ കാണാം. ആ വലിയ ഹോളുകൾ എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടായ ഹോളാണ്. ഇവിടെ പക്ഷെ പറഞ്ഞിരിക്കുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീസൺ, ലാർജ് ഹോൾസ് ആർ പ്രൊഡ്യൂസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് സൾഫർ ഡൈ ഓക്സൈഡ്. തെറ്റാണ്. ഇതാ കറക്റ്റ്. സോ ഏതാണ് കറക്റ്റ്? അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ് അല്ലേ? അസേർഷൻ ട്രൂ ആണ് ബട്ട് റീസൺ ഫോൾസ് ആണ്. വെൻ ഡൊമസ്റ്റിക് സീവേജ് മിക്സസ് വിത്ത് റിവർ വാട്ടർ, ഡൊമസ്റ്റിക് സീവേജ് റിവർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും? സ്മോൾ ആനിമൽ ലൈക്ക് റാറ്റ് വിൽ ഡൈ ആഫ്റ്റർ ഡ്രിങ്കിങ് ദ റിവർ വാട്ടർ. അല്ല, ദ ഇൻക്രീസ്ഡ് മൈക്രോബിയൽ ആക്ടിവിറ്റി റിലീസസ് മൈക്രോന്യൂട്രിയൻസ് സച്ച് as iron. തെറ്റ്. ഇൻക്രീസ്ഡ് മൈക്രോബിയൽ ആക്ടിവിറ്റി യൂസസ് അപ്പ് ഡിസോൾവ്ഡ് ഓക്സിജൻ. കറക്റ്റ് ആണ്. ദ റിവർ വാട്ടർ സ്റ്റിൽ സൂറ്റബിൾ ഫോർ ഡ്രിങ്കിങ് ആസ് ഇംപ്യൂരിറ്റീസ് ആർ ഓൺലി അബൌട്ട് 0.1%. അത് നമ്മൾ കൃത്യമായിട്ട് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ പറയുന്നുണ്ട്. ഇംപ്യൂരിറ്റീസ് 0.1% ആണെങ്കിൽ കൂടിയും നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഈസ് മെയിൻലി ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. The domestic sewage in large cities. Large cities domestic sewage. It is processed by aerobic and then anaerobic bacteria in the secondary treatment in sewage treatment plant. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യം എയറോബിക് ബാക്ടീരിയകൾ കൊണ്ടും പിന്നീട് അനേറോബിക് ബാക്ടീരിയകൾ കൊണ്ടും ട്രീറ്റ് ചെയ്യുന്നു. ഏത് ട്രീറ്റ്മെൻറ്റിൽ, ഏത് സ്റ്റെപ്പിൽ? സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ. When it is treated with STP, does not really require the aeration tub. അത് തെറ്റ്. Has very high amount of suspended solid and dissolved salt.
സീവേജ് വാട്ടറിൽ മെയിനായിട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ് ചെയ്യും. പിന്നെ ഒരുപാട് ഓർഗാനിക് മാറ്ററും പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോബുകളുമൊക്കെയാണ് കാണുക. ഹാസ് വെരി ഹൈ BOD ആസ് ഇറ്റ് കണ്ടെയ്ൻ ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് ബാക്ടീരിയ. ഹൈ BOD ആണ്, ബട്ട് ഇതല്ല അതിൻ്റെ ആൻസർ അല്ലേ. അപ്പോൾ എയറോബിക് അനേറോബിക് ബാക്ടീരിയ ഉള്ളത് കൊണ്ടാണോ? അല്ല. അപ്പോൾ ആൻസർ എ ആണ് വരിക. Monascus purpureus is a yeast used commercially in the production of Monascus purpureus in yeast used commercially in the production of. എന്താണ് yeast Monascus purpureus എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ പേഷ്യൻറ്റ് brought to a hospital with myocardial infarction നോർമലി ഇമ്മീഡിയറ്റ്ലി ഗിവൺ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ സംഭവിച്ച ഒരാൾക്ക് ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സ്ട്രെപ്റ്റോകൈനേസ് എന്ന ഇഞ്ചക്ഷനാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. അത് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയത്തിൽ നിന്ന് ഉണ്ടാക്കി ബയോടെക്നോളജിക്കലി മോഡിഫൈ ചെയ്ത ഒരു സംഭവമാണ്, ഒരു മോളിക്യൂളാണ്. ഓക്കെ. മാച്ച് the following list of bacteria and their commercially important product. Aspergillus niger, citric acid. Acetobacter aceti, acetic acid. Clostridium butylicum, butyric acid. Lactobacillus, lactic acid. അപ്പോൾ A matches to D, 1 matches to D, 2 matches to C, 3 matches to B and 4 matches to A. ആൻസർ ചിലപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ചെറിയ തെറ്റുണ്ടാവും, പക്ഷെ ഞാൻ മാച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ടാണ്, ശ്രദ്ധിച്ച് നോക്കുക. മാച്ച് ചെയ്ത് കറക്റ്റാണ്. 1 matches to D, 2 matches to C, 3 matches to O. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. ലേഡി ബേർഡ് 1 matches to ലേഡി ബേർഡ്. അഫിഡ് 1 matches to C, 2 matches to മൈക്കോറൈസ ഗ്ലോമസ് D, 3 matches to biocontrol agent trichoderma biogas methanobacterium. 1 matches to C, 2 matches to D, 3 matches to B, 4 matches to A. അടുത്ത question. Penicillin was discovered by chance as an organism producing it retarded the growth of staphylococcus ആണ്. staphylococcus ബാക്ടീരിയത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. ഗാൽ ഗോട്ടു is the common name for. ഗാൽ ഗോട്ടു എന്ന് പറയുന്നത് ഏതിൻ്റെ പേരാണ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും അസുഖങ്ങളുടെ പേരുകൾ മലയാളത്തിലുള്ള പേരുകൾ പഠിച്ചാൽ പോരെ, എന്തിനാണ് ഹിന്ദിയിലുള്ള പേരുകൾ പഠിക്കുന്നത് എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാകാം. ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വേണമെങ്കിലും വരാമല്ലോ. ഗാൽ ഗോട്ടു എന്ന് പറയുന്നത് ഡിഫ്തീരിയാണ് ശരിക്കും. വൂപ്പിംഗ് കഫ്, കാലി ഖാൻസി എന്ന് പറയും, നമ്മൾ വില്ലൻ ചുമ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം കേട്ടോ. അതുപോലെ ലെപ്രസി, കുഷ്ഠം, അതുപോലെ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലേഗ്, ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഗാൽ ഗോട്ടു ഡിഫ്തീരിയാണ്. ദ സ്പെൻഡ് സ്ലറി ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് ഈസ് യൂസ്ഡ് ആസ് ഫെർട്ടിലൈസർ. നമുക്കറിയാം ബയോഗ്യാസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ആ സ്ലറി വി വിൽ യൂസ് ആസ് ഫെർട്ടിലൈസർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി മൈക്രോബ് നിങ്ങൾക്കൊക്കെ ആർക്കൊക്കെ എല്ലാ ആൻസറും കൃത്യമായിട്ട് കിട്ടി, മിക്കതും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരുവിധം എല്ലാം കൃത്യമായിട്ട് വായിച്ച് ഞാൻ കറക്റ്റ് ചെയ്താൽ തെറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റാനുള്ള കാരണങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് നോക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും ഭാഗത്തും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. നമുക്ക് മൈക്രോബിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, കോൺഫിഡൻസ് ഒന്നും പോവരുത്, കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.